ഞാനിവിടെ എത്തി നിൽക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ മാത്രമല്ല, ഒരു കുറ്റം ഏറ്റു പറയാനും ചിലത് തുറന്നു പറയാനും കൂടിയാണ്. ഞാൻ വളരെ കാലം ധരിച്ചിരുന്നത് RSS ഒരു വിധ്വംസക പ്രസ്ഥാനമാണ് എന്നാണ്. നിങ്ങൾക്കറിയാം, ഞാൻ IAS-ലായിരുന്നു. ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. എബ്രഹാം അറിയാം, എബ്രഹാം കുഞ്ഞിനൊക്കെ അറിയാം. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും ഇന്റലിജൻസ് IG കൊണ്ടുവരുന്ന റിപ്പോർട്ട്, രഹസ്യ റിപ്പോർട്ട് വായിച്ചു നോക്കി ചർച്ച ചെയ്ത് ആവശ്യമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുക എന്ന ചുമതല എനിക്കുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ധരിച്ചിരുന്നത് പല പല റിപ്പോർട്ടുകളിൽ RSS-നെ കുറിച്ചുള്ള സൂചന എപ്പോഴും ഒരു വിധ്വംസക ശക്തി എന്ന നിലയിലായിരുന്നു. അതിൻ്റെ സത്യം അറിയാൻ എനിക്കാവുമായിരുന്നു, പക്ഷേ അതിന് ശ്രമിച്ചില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ധാരണ ഇതായിരുന്നു, RSS എന്ന് പറഞ്ഞാൽ ഒരു വിധ്വംസക ശക്തിയാണ്. പിന്നീട് അത് പെട്ടെന്ന് മാറാനുണ്ടായ കാരണം, ഒരിക്കൽ ജസ്റ്റിസ് KT തോമസ് അദ്ദേഹം ടെലിവിഷൻ നടത്തിയ ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. RSS-ന് ഗാന്ധിമതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിച്ചത് സുപ്രീം കോടതി നിയോഗിച്ച കപൂർ കമ്മിറ്റിയാണ്. 1966 ഈ കമ്മിറ്റി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം പറഞ്ഞു RSS-ന് ഗാന്ധിമതവുമായി യാതൊരു ബന്ധവുമില്ല എന്ന്. രണ്ടാമത്, റിട്ടയർമെന്റിന് ശേഷം പല RSS-കാരുമായി നേതാക്കളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം എനിക്കുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, RSS എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആണെന്ന് അറിയാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, RSS എന്ന് പറഞ്ഞാൽ റെഡി ഫോർ സെൽഫ്ലെസ് സർവീസ് എന്ന നിലയിലേക്ക് അത് മാറി മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നത് അതിയായ സന്തോഷമുണ്ട്. ഇത് പറയുമ്പോൾ ചരിത്രത്തിൽ പല തെറ്റുകളും പലർക്കും വരാറുണ്ട്. ആ തെറ്റുകൾ തിരുത്താൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും അധികം ആവശ്യം. കാരണം ഗാന്ധിമതം നമ്മുടെയൊക്കെ മനസ്സിനെ പിടിച്ചുലച്ച ഒരു സംഭവമാണ്. ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാനോ അതിനെ ന്യായീകരിക്കുന്നവർക്ക് കൂട്ടുപിടിക്കാനോ നമുക്ക് കഴിയില്ല. RSS-ന് പങ്കില്ല എന്ന് പലവട്ടം, ഒന്നല്ല 2 കമ്മിറ്റികൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും വളരെ വ്യക്തമായി തെളിവുകൾ നൽകി പറയുകയും ചെയ്ത RSS-ന് ഈ മതവുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് RSS-നെതിരായിട്ട് ഇത്രയധികം ആക്രമണം? അന്ന് ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അന്വേഷിക്കാമായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലില്ല, അടിയുറച്ച വിശ്വാസം അതായിരുന്നു, RSS എന്ന് പറഞ്ഞാൽ വിധ്വംസക പ്രസ്ഥാനമാണ് എന്ന്. അത് മാറ്റിയെടുക്കാൻ വന്നത് ഇപ്പോഴെൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഇവിടെ സേതുവേട്ടൻ പറഞ്ഞു, ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാകുമെന്ന് ഗീബൽസ് പറഞ്ഞ കാര്യം. അത് വളരെ ശരിയാണ്. ഒരിക്കൽ ജർമ്മൻ സൈന്യം പാരീസ് കീഴടക്കിയ സമയം പാരീസിലെ ജനങ്ങളെല്ലാം പ്രതിഷേധിക്കാനായി മൈതാനത്തെത്തി. അപ്പോൾ ജർമ്മൻ സൈന്യത്തിന്റെ പട്ടാള മേധാവി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു, യുദ്ധമാണ്, റേഷൻ ഉണ്ടാവും, ഒരു വീട്ടില് 1 പാക്കറ്റ് ബ്രെഡ് മാത്രമേ തരികയുള്ളൂ, 2 ബ്രെഡ് വേണമെന്നുള്ളവർ കൈ കാണിക്കാൻ പറഞ്ഞു. എല്ലാവരും 2 കൈ കാണിച്ചു. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, ജർമ്മൻ സൈന്യത്തെ വിക്ടറി സൈൻ കാണിച്ചുകൊണ്ട് ഫ്രാൻസിലെ ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്നാണ് വാർത്ത വന്നത്. ഇത് തന്നെയാണ് RSS-ന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. ശ്രീകൃഷ്ണൻ സമന്തകം മണി മോഷിച്ചു എന്ന് 100 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. എല്ലാവരും അത് സത്യമാണെന്ന് കരുതി. അതിനെക്കുറിച്ച് കവി പറഞ്ഞിരിക്കുന്നതാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്. എന്ത് പറഞ്ഞാണെന്നറിയാം? അരിപാൽ അതുമുണ്ടാക്കിയിടാം, തുണിപാൽ അതുമുണ്ടാക്കിയിടാം, പ്രാണൻ പാൽ ഉണ്ണികളെ പുനരുണ്ടാവില്ലെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണനെയും ഇതുപോലെ ത്യജിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വൃദ്ധിക്ഷയങ്ങൾ സൂര്യചന്ദ്രന്മാർക്ക് മാത്രമല്ല പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. RSS ഒരുപക്ഷെ അപ്രഖ്യാപിതമായ ഒരു ഹോളോകോസ്റ്റിന് ബാധകമായി ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ വളരെയധികം പഠനങ്ങൾക്ക് ശേഷമാണ് ഞാനിത് പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു RSS-ന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ധാരാളം പഠനങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടുകളൊക്കെ വായിച്ചതിന് ശേഷമാണ് വസുധൈവ കുടുംബകം എന്നുള്ള ആശയം ലോകത്ത് വിന്യസിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ദേശീയ പ്രസ്ഥാനമാണ്. വസുധൈവ കുടുംബകം എന്നത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന എന്ന് മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോട് ഞാൻ പറയുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പ്രസ്താവന വായിക്കുകയുണ്ടായി.
RSSന്റെ സമന്വയ നേതാവ് സർസംഘചാലക് മോഹൻജി ഭഗവത്തിന്റെ അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു മുസ്ലിം ഇന്ത്യ വിട്ട് പോകണമെന്ന് ഏതെങ്കിലും ഹിന്ദു പറഞ്ഞാൽ അവൻ ഹിന്ദു അല്ല. നമ്മുടെ DNA ഒന്നാണ്. വളരെ വളരെ കൃത്യമായ ഒരു പ്രസ്താവമായിരുന്നു അത്. നാം എല്ലാം ഇന്ത്യക്കാരാണ്, നമ്മുടെ DNA ഒന്നാണ്. പരസ്പരം കലഹിക്കുന്ന ശൈലി ശരിയല്ല. ഇത് തന്നെയല്ലേ അവരുടെ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്നെ സുഖത്തിനായി വരണമെന്ന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. ഇത് തന്നെയല്ലേ യേശുദേവൻ പറഞ്ഞത്, നിന്നെപ്പോലും അയൽക്കാരനെയും സ്നേഹിക്കാം. ഇത് തന്നെയല്ലേ നബി തിരുമേനി പറഞ്ഞത്, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അയൽവാസിക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന്. അപ്പോൾ വസുധൈവ കുടുംബം എന്ന മഹത്തായ ആദർശം പ്രചരിപ്പിക്കാനും നടപ്പാക്കാനും ശ്രമിക്കുന്ന RSSനെ തെറ്റിദ്ധരിച്ചതിലുള്ള സങ്കടം ഞാൻ ഇവിടെ തുറന്നറിയുകയാണ്. നിശ്ചയമായും ഒരു വലിയ പ്രസ്ഥാനം ദേശീയതയ്ക്ക് വേണ്ടി, ഭാരതീയതയ്ക്ക് വേണ്ടി, ഭാരതീയ പൈതൃകത്തിന് വേണ്ടി, ഭാരതീയ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധരണം മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇന്നത്തെ ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം തന്നെ ഗാന്ധിമതവും അതിനെ തുടർന്നുള്ള RSS നിരോധനവുമാണ്. ഗാന്ധിജിയുടെ ജീവിതം ഒരു സത്യാന്വേഷണ പരീക്ഷണമായിരുന്നു എന്ന് നമുക്കറിയാം. എന്താണ് സത്യം? സത്യം എന്താണ്? അസത്യം എന്താണ്? ഇതിനെക്കുറിച്ച് നൈജീരിയയിലെ യോറുബ മതത്തിന്റെ പ്രവാദത്തിനുള്ള ഒരു നാടോടി കഥയുണ്ട്. സത്യവും അസത്യവും, സത്യവും അസത്യവും കൂടപ്പുറത്തുകളാണ്. ഒരിക്കൽ അദ്ദേഹം സത്യത്തോട് ചോദിച്ചു, നിനക്ക് ആറൊന്ന് നീന്തി കിടക്കാം, ഒരു സൗഹൃദ മത്സരം. സത്യം സമ്മതിച്ചു. സത്യം ആറ്റുതീരത്തെത്തി വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി ആറ്റിലേക്ക് ചാടി. ഇതിനിടയിൽ അസത്യം എന്ത് ചെയ്തു? അസത്യം സത്യത്തിന്റെ വർണ്ണപ്പകട്ടാവുന്ന വസ്ത്രമെല്ലാം അവർ തണിഞ്ഞ് പട്ടണത്തിലേക്ക് പോയി. പട്ടണവാസ കരുതി ഇതാ സത്യം വരുന്നു, വർണ്ണപ്പകട്ടാവുന്ന വസ്ത്രങ്ങൾ ധരിച്ച് സത്യം ഇതാ എഴുന്നള്ളുന്നു. എല്ലാവരും സത്യത്തെ രണ്ട് കൈകൾ നീട്ടി സ്വീകരിച്ചു, ആദരിച്ചു, ആർപ്പ് വിളിച്ചു, ഹൃദയത്തിലെ തോളിലേറ്റി. അപ്പോഴാണ് സത്യം നീന്തൽ കഴിഞ്ഞെത്തുന്നത്. തന്റെ വസ്ത്രങ്ങളുടെ കാണുന്നില്ല, ആകെയുള്ള അസത്യത്തിന്റെ വസ്ത്രങ്ങളാണ്. സത്യം തീരുമാനിച്ച ഒരു സാഹചര്യത്തിലും അസത്യത്തിന്റെ വസ്ത്രങ്ങൾ ഞാൻ അണിയാൻ പോകുന്നില്ല. അങ്ങനെ സത്യം വിവസ്ത്രമായ വസ്ത്രമില്ലാതെ പട്ടണത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഈ നഗ്നസത്യം എന്നുള്ള പദപ്രയോഗം തന്നെ ഉണ്ടാകുന്നത്. ഈ നഗ്നസത്യത്തെ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിച്ചു, കൂക്കി വിളിച്ചു, ആക്ഷേപിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞ് അവർക്ക് മനസ്സിലായി സത്യമേത് അസത്യമേത്. അതുതന്നെയാണ് രണ്ട് കമ്മിറ്റികൾ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് യോഗം മനസ്സിലാക്കി RSSനെ കുറിച്ച് സത്യമേതാണ് അസത്യമേതാണ്. ട്രൂത്ത് ലൈക്ക് മർഡർ വിൽ വൺ ഡേ ബി ഔട്ട് എന്ന് പറഞ്ഞ വളരെ ശരിയാണ്. ട്രൂത്ത് ലൈക്ക് മർഡർ വിൽ വൺ ഡേ ബി ഔട്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ അത് ഏത് നിലയിലുള്ളതായാലും ശരി, അസത്യവും സത്യവും ഒക്കെ കൂട്ടിക്കലർത്തിയെന്നിരിക്കും. അത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല. മഹാഭാരതത്തിൽ ഒരു രംഗമെടുക്കുക. കൗരവ പാണ്ഡവ യുദ്ധം കൊടുപ്പിരിക്കേണ്ട സമയം ദ്രോണാചാര്യർ കൗരവപ്പടയെ സാരഥ്യം ഏറ്റെടുത്തു. ആശ്രമത്തിൽ അത്ഭുതശക്തികൾ കാട്ടിക്കൊണ്ട് ആ വൃദ്ധ ബ്രാഹ്മണൻ പാർക്കളത്തിൽ തലങ്ങും വിലങ്ങും ജ്വലിച്ചു നിൽക്കുമ്പോൾ പാണ്ഡവപ്പട നടുങ്ങി. പാണ്ഡവപ്പടയുടെ ഉന്മൂലനാശം എത്തി എന്ന് ഘട്ടമെത്തി. എന്താണ് ചെയ്യുക? ശ്രീകൃഷ്ണന് മനസ്സിലായി, ആയോധന വിദ്യയിൽ ദ്രോണരെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടുമാവില്ല. അർജുനനെ കൊണ്ടാവില്ല, കണ്ണനെ കൊണ്ടാവില്ല. അർജുനനും കണ്ണനും ഒന്നിച്ചു വിരുദ്ധിയാലും ദ്രോണരെ തോൽപ്പിക്കാനാവില്ല. പിന്നെ എന്താണ് ചെയ്യുക? തന്റെ സ്വന്തം പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ ദ്രോണർ സ്വയം ആയുധം ഉപയോഗിക്കും. ഇത് കേട്ട മാത്രയിൽ ഭീമസേനൻ അശ്വത്ഥാമാവെന്ന ഒരാളെ ഇതുകൊണ്ട് അടിച്ചു വന്നു. യുദ്ധക്കളർക്ക് പറന്നു കിടത്തി അശ്വത്ഥാമാവ് മരിച്ചു വന്നു. ഈ വാർത്ത വൃദ്ധനായ ദ്രോണരുടെ ചെവിയിലുമെത്തി. എങ്കിലും സത്യമെന്തെന്നറിയാൻ വേണ്ടി തന്റെ ശിഷ്യനായ സാക്ഷാൽ ധർമ്മപുത്രരെ, ധർമ്മത്തിന്റെ ആകത്തുകയായ സാക്ഷാൽ ധർമ്മപുത്രരോട് സത്യമെന്തെന്നറിയാൻ വേണ്ടി ദ്രോണാചാര്യ തിരക്കി അശ്വത്ഥാമാഹ മരിച്ചു എന്ന് പറഞ്ഞ് ശരിയാണോ? യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി, താൽക്കാലിക വിജയത്തിന് വേണ്ടി സത്യത്തെയും ധർമ്മയും തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ധർമ്മത്തിന്റെ ആകത്തുകയായ ധർമ്മപുത്രർ പറഞ്ഞു, അശ്വത്ഥാമാഹത കുഞ്ചര. അശ്വത്ഥാമാവ മരിച്ചു എന്ന് ദ്രോണറിലേക്ക് ഉറക്കുകയും അശ്വത്ഥാമാവെന്ന ആന എന്നാരും കേൾക്കാതെ പതുക്കി ദ്രോണരുടെ കയ്യിൽ നിന്നും അമ്പും വില്ലും താഴെ വീണു. ഒപ്പം ധർമ്മം നിലംപതിച്ചു. അപ്പോൾ ധർമ്മ യുദ്ധത്തിന്റെ വേദിയിൽ വെച്ച് ധർമ്മപുത്രർക്ക് ധർമ്മച്യുതി സംഭവിക്കാമെന്നുണ്ടെങ്കിൽ സാധാരണ രാഷ്ട്രീയ നേതാക്കൾക്കും ധർമ്മച്യുതി സംഭവിക്കാം. അങ്ങനെ ഇതിനെ ക്ഷമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും സത്യം വെളിയിൽ വന്നു. ഇന്ന് ജനങ്ങൾക്കറിയാം സത്യം എവിടെ നിൽക്കുന്നുവെന്ന്. നമുക്കിന്ന് വേണ്ടത് ഒരു യുണൈറ്റഡ് ഇന്ത്യ, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത.
അതാണ് നമുക്ക് ചണ്ട ഊഞ്ചാരേഖമാര എന്ന് ഞാൻ പറയാറുണ്ട്. മലയാളത്തിന്റെ കവി പറഞ്ഞു, എന്റെ നാടിന്റെ നാദമങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും. ആ കാലം വന്നു കഴിഞ്ഞു. ഇന്ത്യ ഈസ് സ്ട്രോങ്, വി ഷുഡ് അസേർട്ട് ഇന്ത്യ ഈസ് സ്ട്രോങ്, ഇന്ത്യ ഈസ് ഗ്രേറ്റ്, വി ഷുഡ് അസേർട്ട് ഇന്ത്യ ഈസ് ഗ്രേറ്റ്. ആ ഒരു മാറ്റത്തിലേക്ക് നാം മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണ്? അത് ഒരു ചെറിയ മാറ്റമല്ല. W.B. Yeats എന്ന നൊബേൽ ജേതാവായ കവി, ഐറിഷ് കവി, അവരിൽ നിന്നുള്ള 1916 വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത് all change utterly, a terrible beauty is born എന്നാണ്. all change utterly, a terrible beauty is born. ഇന്ത്യയിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. all change utterly, a terrible beauty is born. നാം പഴമയിലെ പഴകി തിരിച്ച ഓർമ്മകളെല്ലാം മാറ്റിക്കൊണ്ട് പുതുമയിലേക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് കുതിക്കേണ്ട ഒരു സമയമാണ്. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവാഭാരത്തിലേക്ക് മറ്റൊരു രംഗത്തിലേക്ക് കിടക്കുകയാണ്. സാധാരണഗതിയിൽ ഓരോ ദിവസവും യുദ്ധം അവസാനിക്കുമ്പോൾ അർജുനന്റെ തേര് തെളിക്കുന്ന കൃഷ്ണനാണ് ഞങ്ങൾക്കറിയാം. കൃഷ്ണൻ തേര് തെളിക്കും. അർജുനന്റെ കുടീരത്തിന് മുമ്പിൽ രഥം നിൽക്കും. ആദ്യം അർജുനൻ രഥത്തിൽ നിന്നിറങ്ങും, കൃഷ്ണനെ സ്വീകരിക്കും. ഇപ്പോഴും അങ്ങനെയാണ് VIP അവസാനമാണ് ഇറങ്ങുന്നത്. ഒരു ദിവസം അർജുനന് തോന്നി, ഞാനല്ലേ യുദ്ധം ജയിച്ചത്, ഈ കൃഷ്ണൻ ആര്? കൃഷ്ണൻ വെറും ഡ്രൈവർ, എന്റെ സാരഥി വെറും ഷോപ്പർ. കൃഷ്ണൻ ആദ്യം ഇറങ്ങട്ടെ. കൃഷ്ണന്റെ കാര്യമൊക്കെ മനസ്സിലായി. അർജുനന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണ് എന്ന് കൃഷ്ണൻ മനസ്സിലായി. എങ്കിലും മനസ്സിലാകാത്ത രീതിയിൽ കള്ളകൃഷ്ണൻ എന്നാണ് പറയുന്നത്. കള്ളകൃഷ്ണൻ മുകളിലേക്ക് നോക്കി പക്ഷികളെ എണ്ണിക്കൊണ്ടുവന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അർജുനൻ രഥത്തിന് താഴെ ഇറങ്ങി. തൊട്ടു പിന്നാലെ കള്ളച്ചിരിയുമായി കൃഷ്ണനും താഴെ ഇറങ്ങി. കൃഷ്ണന്റെ കാൽപാദങ്ങൾ ഭൂമിയിൽ പതിച്ച മാത്രം രഥം പൊട്ടിത്തെറിച്ച ഛിന്നമായി 4 ചുറ്റിനും വിന്യസിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ സ്തബ്ധനായി നിന്ന അർജുനനെ നോക്കി കൃഷ്ണൻ പറയുന്നു, കൃഷ്ണ, യുദ്ധക്കളത്തിൽ വെച്ച് പല ദിവ്യാസ്ത്രങ്ങളും വന്ന് പതിച്ചതല്ലേ ഈ രഥം? അപ്പോൾ അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരുന്നു അർജുന. അതിന്റെ കാരണം ഞാനതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഭാരതം എന്ന രഥം പൊട്ടിത്തെറിക്കുന്നില്ലെങ്കിൽ ഭാരതീയത, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം അതിലുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാ എതിർപ്പുകളും സത്യം കൃത്യമായി വെളിച്ചത്ത് വന്ന സ്ഥിതിക്ക് സത്യത്തെ ആരാധിക്കുക, സത്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു മുൻപോട്ട് പോവുക. ചണ്ട ഊഞ്ചാരേഖമാരെ എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് RSSനെ കുറിച്ച് തോന്നിയ ഒരു മതിപ്പ്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്നറിയാം. ഈ ഏത് കാര്യവും എങ്ങനെ ചെയ്താലും ശരി, എത്ര നല്ലപോലെ ചെയ്താലും ശരി, ചിലരതിനെ വിമർശിക്കും. രാഷ്ട്രീയത്തിലാകുമ്പം ശരി ചെയ്താലും വിമർശിക്കും. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വിമർശനം മാത്രമേ ഉള്ളൂ. തിരിച്ച് വിമർശിക്കാനും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ പഠിച്ച ഇബ്രാഹിം ഖാനൊക്കെ അറിയാം. എൻ്റെ കൂടെ പഠിച്ച രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. രാമചന്ദ്രൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആണ് എല്ലാ ക്ലാസ്സിലും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ക്ലാസ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് ജോലിയൊന്നും കിട്ടിയില്ല. പലത് ആ ജോലിക്ക് അപേക്ഷിച്ചു. നമുക്കറിയാം, നേരത്തെ തന്നെ ആളാരാണ് തീരുമാനിച്ചതിന് ശേഷമാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിടത്തും ജോലി കിട്ടിയില്ല. അപ്പോൾ ആരെ പറഞ്ഞു, രാമേന്ദ്രൻ രേണുകുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെയിൽവേ സിഗ്നൽമെന്റ് അപേക്ഷ വന്നിട്ടുണ്ടെന്ന് അയക്കാം. ഇവിടെയൊന്നും കിട്ടാതെയാണ് രേണുകുണ്ടയ്ക്ക് പോണത്. ഏതായാലും എല്ലാവരും നിർബന്ധിച്ച് അദ്ദേഹം പോയി. റെയിൽവേ സിഗ്നൽമെന്റിനുള്ള അപേക്ഷ അയച്ചിട്ട് ഇന്റർവ്യൂവിന് പോയിരിക്കുകയാണ്. ഇന്റർവ്യൂ ബോർഡിന്റെ ഒന്നാമത്തെ ചോദ്യം, മിസ്റ്റർ രാംച, നിങ്ങൾ റെയിൽവേ സിഗ്നൽമാന്റെ ജോലിക്കല്ലേ അപേക്ഷിച്ചു? അതെ സാർ. ഒരേ പ്ലാറ്റ്ഫോം, ഒരേ ലൈനിൽ, ഒരേ പാളത്തിൽ 2 ട്രെയിൻ എതിർദിശയിൽ അതിവേഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരേ പാളത്തിൽ 2 ട്രെയിൻ എതിർദിശയിൽ അതിവേഗം വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യും? സോ ഞാൻ ഓട്ടോമാറ്റിക് സിഗ്നലിട്ട് 2 ട്രെയിനും നിർത്തും. രണ്ടാമത്തെ ചോദ്യം, ഓട്ടോമാറ്റിക് സിഗ്നൽ ആക്ടിവേറ്റഡ് അല്ലെങ്കിലോ? അടുത്ത ചോദ്യമാണ്, ചോദ്യമാണ്. സാർ, എങ്കിൽ ഞാൻ മാനുവൽ സിഗ്നൽ കൈകൊണ്ട് പിടിച്ചിടും. മാനുവൽ സിഗ്നൽ തലേന്നത്തെ ഇടിവെട്ടിൽ കത്തിപ്പോയെങ്കിലോ? അപ്പോൾ ഏകദേശം ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇന്റർവ്യൂവിന്റെ ഒരേ പാളത്തിലൂടെ അതിവേഗത്തിൽ നീങ്ങുന്ന കാര്യം മനസ്സിലായി. രാംച പറഞ്ഞു, സാർ, എങ്കിൽ ഞാൻ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് ലെവൽ ക്രോസിൽ ഒരു ട്രെയിൻ നിർത്തും. ലാൻഡ് ഫോൺ എൻഗേജ്ഡ് ആണെങ്കിലോ? അപ്പോൾ രാംച പറഞ്ഞു, സാർ, എങ്കിൽ ഞാൻ കുട്ടിശങ്കരനെ വിളിക്കും. 2 ട്രെയിൻ എതിർദിശയിൽ അതിവേഗത്തിൽ ഓടുന്നു, നിങ്ങൾ കുട്ടിശങ്കരൻ? ആരാ കുട്ടിശങ്കരൻ? സാർ, അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ അനിയൻ. അവനെന്തിനാ വിളിക്കുന്നത്? സാർ, അവൻ ഇതിനു മുമ്പ് ട്രെയിൻ കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടില്ല, ഇതൊന്ന് കണ്ടോട്ടെ എന്ന്. RSS ഇതുപോലെയാണ്, ചെയ്യാവുന്നതൊക്കെ ചെയ്യും,
ഇല്ലെങ്കിൽ കുട്ടിശങ്കരനെ വിളിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് സത്യം സത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പുസ്തക താളുകളിലൂടെ ഇന്നിവിടെ നടന്ന പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി സത്യമേവ ജയതേ. ഗാന്ധിജി പറഞ്ഞതുപോലെ നമുക്കും ജീവിതം ഒരു സത്യാന്വേഷണ പരീക്ഷണമാക്കി മാറ്റാൻ ഈ പുസ്തകം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നമസ്കാരം.